മനോഹരമായ ആറ്റിങ്ങൽ നഗരം ഷൂട്ട് ചെയ്യാൻ വേണ്ടി മലബാർ മാഗസിൻ ടീം എത്തിയപ്പോൾ വളരെയധികം വൃത്തിയും വെടിപ്പുമുള്ള ഒരു സ്ഥലമായി അനുഭവപ്പെട്ടു. ജ്യൂസ് സ്റ്റാൻഡ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ മികച്ച ക്വാളിറ്റിയുള്ള ഓറഞ്ച് ജ്യൂസ് കുടിക്കുവാനും അവസരം ലഭിച്ചു. ഇവിടെ റുമാലി ഷവർമയും മെക്സിക്കൻ ഷവർമയും കുഴിമന്തിയും ഹണി ഗ്ലേസ്ഡ് ഷവർമയും കൊടുക്കുന്നുണ്ട്. ആധുനിക ആറ്റിങ്ങലിൽ ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും സാധാരണമായി കഴിഞ്ഞു. ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ. ബ്രിട്ടീഷുകാരുടെ ഫാക്ടറിയിൽ ആക്രമണം നടത്തുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യം ആറ്റിങ്ങലിനുണ്ട്. നാട്ടുകാരുടെ സമ്മതമില്ലാതെ റാണിക്ക് സമ്മാനങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ച ബ്രിട്ടീഷുകാരെ ആറ്റിങ്ങൽ സ്വദേശികൾ ആക്രമിക്കുകയും 140 ബ്രിട്ടീഷുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതുമാത്രമല്ല, ആറ്റിങ്ങൽ പിള്ളമാർ ബ്രിട്ടീഷ് കോട്ട 6 മാസത്തോളം വളഞ്ഞുവെക്കുകയും ചെയ്തു. പിന്നീട് തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ ബ്രിട്ടീഷ് പട്ടാളം എത്തിയാണ് ഈ കോട്ട മോചിപ്പിച്ചത്. ഇത്തരത്തിൽ വളരെ സാഹസികമായ സ്വാതന്ത്ര്യ സമരം നടത്തിയ പാരമ്പര്യം ആറ്റിങ്ങലിനുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എതിരായ ഇന്ത്യയിലെ ആദ്യത്തെ സായുധ കലാപമായിരുന്നു ആറ്റിങ്ങലിൽ അരങ്ങേറിയത്. എന്നാൽ ഇപ്പോൾ അത്രയധികം രാഷ്ട്രീയം ആറ്റിങ്ങലിൽ കാണാനില്ല. ആറ്റിങ്ങലിലെ ജനങ്ങൾ ഇടതുപക്ഷത്തേക്കോ വലതുപക്ഷത്തേക്കോ അമിതമായ ചായ്വ് കാണിക്കാതെ രാഷ്ട്രീയമായ നിഷ്പക്ഷത പാലിക്കുന്നതായിട്ടാണ് അടുത്ത കാലത്ത് കാണുവാൻ സാധിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ജനത്തിരക്കുള്ള 3ാമത്തെ നഗരമായി ആറ്റിങ്ങൽ അറിയപ്പെടുന്നു. 35,000-ഓളം ആളുകൾ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് 25 കിലോമീറ്റർ വടക്ക് മാറിയാണ് ആറ്റിങ്ങലിൻ്റെ സ്ഥാനം. തിരുവനന്തപുരം മെട്രോപൊളിറ്റൻ ഏരിയയുടെ ഭാഗവുമാണ്. പണ്ടുകാലത്ത് ഇവിടെ സ്വന്തമായ ഒരു രാജഭരണം ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കീഴിലുള്ള ആറ്റിങ്ങൽ രാജവംശം എന്നാണ് ഈ ഭരണകൂടം അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ചിറയൻകീഴ് താലൂക്കിൻ്റെ ആസ്ഥാനമായി ആറ്റിങ്ങൽ അറിയപ്പെടുന്നു. താലൂക്ക് ഓഫീസും കോടതികളും ഡിവൈഎസ്പി ഓഫീസും സിവിൽ സ്റ്റേഷനും ട്രഷറികളും ആറ്റിങ്ങലിലുണ്ട്. കേരളത്തിലെ ഏറ്റവും പഴയ മുനിസിപ്പാലിറ്റികളിലൊന്നായി ആറ്റിങ്ങൽ അറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ ടൗൺ ഇംപ്രൂവ്മെൻറ്റ് അതോറിറ്റി ഉണ്ടായിരുന്നു. വൃത്തിയും വെടിപ്പുമുള്ള ഒരു നഗരമായി ആറ്റിങ്ങൽ പേരെടുക്കുകയും ധാരാളം അവാർഡുകൾ ക്ലീൻലിനെസ്സിന് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബികയാണ്. ഇപ്പോഴത്തെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മെമ്പർ ശ്രീ അടൂർ പ്രകാശാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ആറ്റിങ്ങൽ കൊട്ടാരം കാണുവാൻ വേണ്ടി വരുന്നുണ്ട്. കോയിക്കൽ പാലസ് എന്നും അറിയപ്പെടുന്നു. ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ മെറ്റേണൽ ഹോമാണ് ഈ കൊട്ടാരം. മാർത്താണ്ഡവർമ്മയെ പോലെയുള്ള ചക്രവർത്തിമാർ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. കേരളീയ വാസ്തുശില്പ മാതൃകയിൽ കല്ലുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ ഈ കൊട്ടാരം 10 ഏക്കർ പ്ലോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാരത്തിനകത്ത് 4 ക്ഷേത്രങ്ങളുമുണ്ട്. 8 കെട്ടു മാതൃകയിലാണ് കൊട്ടാരം ഉണ്ടാക്കിയിട്ടുള്ളത്. ക്ഷേത്രങ്ങളും കൊട്ടാരവും ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുപോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മറ്റൊരു കേന്ദ്രമാണ് അഞ്ചുതെങ്ങ് കോട്ട. ആറ്റിങ്ങലിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ട് ഹബ്ബായി ആറ്റിങ്ങൽ അറിയപ്പെടുന്നു. കന്യാകുമാരിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഹൈവേ ആറ്റിങ്ങലിൽ കൂടി കടന്നു പോകുന്നു. ഈ ഭാഗത്ത് ധാരാളം KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ചിറയൻകീഴിലാണ്. 7 കിലോമീറ്റർ ദൂരമുണ്ട്. വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് 15 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. KSRTCക്ക് ആറ്റിങ്ങലിൽ ഒരു വലിയ ബസ് ഡിപ്പോയുണ്ട്. അതുപോലെ ഒരു പ്രൈവറ്റ് ബസ് ഡിപ്പോയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും നഗരമധ്യത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അറിയപ്പെടുന്ന പല പ്രശസ്ത വ്യക്തികളും ആറ്റിങ്ങൽ സ്വദേശികളാണ്. സാമൂഹ്യ പ്രവർത്തക K. ചിന്നമ്മയും സിനിമാ നടൻ പ്രേം നസീറും കവി കുമാരനാശാനും ആറ്റിങ്ങൽ സ്വദേശികളാണ്. അതുപോലെ സിനിമാ നടൻ GK പിള്ളയും മഹാരാജാവ് മാർത്താണ്ഡവർമ്മയും മഹാറാണി ഉമ്മയമ്മ റാണിയും ആറ്റിങ്ങൽ സ്വദേശികളാണ്. അതുപോലെ ഫിലിം ആക്ടർ ഭരത് ഗോപിയും അദ്ദേഹത്തിൻ്റെ മകൻ മുരളി ഗോപിയും ആറ്റിങ്ങൽ സ്വദേശികളാണ്. കാർട്ടൂണിസ്റ്റും ഹാസ്യ സാഹിത്യകാരനുമായ സുകുമാർ ആറ്റിങ്ങൽ സ്വദേശിയാണ്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആറ്റിങ്ങലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനം. അതുപോലെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂളും ഇവിടെയുണ്ട്. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നാഗരൂരിൽ സ്ഥാപിച്ചിരിക്കുന്നു.
ഗവൺമെൻറ് പോളിടെക്നിക്കും ആറ്റിങ്ങലിലുണ്ട്. ഒരു ITIയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ സീനിയർ എലിസബത്ത് ജോൾ CSIEM ഹൈസ്കൂൾ ഇവിടെയാണ്. ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെയുണ്ട്. ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളും ഇവിടെയുണ്ട്. സ്കൂൾ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന DIET എന്ന സ്ഥാപനവും ആറ്റിങ്ങലിൽ തുടങ്ങിയിട്ടുണ്ട്. നവഭാരത് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെയുണ്ട്. അതുപോലെ ക്രൈസ്റ്റ് നഗർ CBSE പബ്ലിക് സ്കൂളും ഇവിടെയുണ്ട്. പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ധാരാളമുള്ളതുകൊണ്ട് വിനോദസഞ്ചാരികൾ ആറ്റിങ്ങലിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു. വീരകേരളപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെയാണ്. അതുപോലെ ശർക്കര ദേവി ക്ഷേത്രവും ഇവിടെയുണ്ട്. വർക്കല കടപ്പുറം ആറ്റിങ്ങലിൽ നിന്ന് 25 കിലോമീറ്റർ മാത്രം ദൂരെയാണ്. ധാരാളം വിദേശ ടൂറിസ്റ്റുകൾ വർക്കല കടപ്പുറം കാണുവാൻ എത്തുന്നുണ്ട്. പുരാതനമായ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രവും പേരും പ്രശസ്തിയും നേടിയിട്ടുണ്ട്. അതുപോലെ തോന്നക്കലയിൽ കുമാരനാശാൻ സ്മാരകം സ്ഥാപിച്ചിരിക്കുന്നു. 7 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ പൗരാണികമായ മുള്ളിയൻകാവ് ക്ഷേത്രം കീഴാറ്റിങ്ങലിൽ സ്ഥാപിച്ചിരിക്കുന്നു. ആറ്റിങ്ങൽ തിരുവറട്ടുകാവ് ദേവീക്ഷേത്രവും പ്രശസ്തമായി മാറിയിട്ടുണ്ട്. അതുപോലെ കീഴാറ്റിങ്ങലിൽ ഒരു ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമുണ്ട്. പ്രശസ്തമായ ഒരു പ്രൊട്ടസ്റ്റന്റ് CSI പള്ളിയും ഇവിടെയുണ്ട്. അതുപോലെ ആറ്റിങ്ങൽ ജുമാ മസ്ജിദ് അറിയപ്പെടുന്ന ഒരു മുസ്ലിം പ്രാർത്ഥനാലയമാണ്.